ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മീഷോന്നാണ് സോപ്പ് ബേസ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കുവാണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുതേ. അപ്പോൾ ഞാൻ സോപ്പ് ബേസിൻ്റെ ഗ്ലിസറിൻ ബേസ് ആണ് കേട്ടോ വാങ്ങി. അതിൻ്റെ വെയിറ്റ് നോക്കി, അതിനകത്ത് 500 ഗ്രാമാണ് കൊടുത്തേക്കണത്. പക്ഷേ വെയിറ്റ് നോക്കിയപ്പോൾ 481 ഗ്രാമാണ് കേട്ടോ കാണിക്കണേ. ഇതിന് മുമ്പ് ഞാൻ മീഷോന്ന് സോപ്പിൻ്റെ ഗ്ലിസറിൻ ബേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് കറക്റ്റ് ആയിരുന്നു, പക്ഷേ സോപ്പിന് ഒട്ടും വിലയില്ലായിരുന്നു. പതയും കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ വാങ്ങിയപ്പോൾ 10 ഗ്രാം കുറച്ചിട്ടാണ് എനിക്ക് മീഷോ തന്നേക്കുന്നത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുമ്പം ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്തായാലും സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ അടുത്തടുത്തായിട്ട് വെക്കണം. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് വെക്കണം. ഞാൻ ഇവിടെ മോൾഡൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്ക്വയറിലെ മോൾഡാണ് കേട്ടോ. 100 ഗ്രാമിൻ്റെയാണ്. നമുക്കിതിൽ 6 സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇത്തവണ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുക്കുറ്റി സോപ്പാണ് കേട്ടോ. മുക്കുറ്റി കൊണ്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുക്കുറ്റിയുടെ കൂടെ കുറച്ച് തുളസിയും കുറച്ച് ആര്യവേപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അതേ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നമ്മുടെ സോപ്പ് ബേസൊക്കെ ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഷിയ ബട്ടർ, പിന്നെ അതിലേക്ക് കുറച്ച് വൈറ്റമിൻ സിയും കുറച്ച് ബദാം ഓയിലും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടീസ്പൂണിലാണ് ബദാം ഓയിലും വൈറ്റമിൻ സിയും ഒക്കെ എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പൂണിൽ ഓരോ ടീസ്പൂൺ വീതമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആലോവേര ജെല്ലും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. ഇത് നമ്മുടെ മുക്കുറ്റി ജ്യൂസാണ്. മുക്കുറ്റിയും അതേപോലെ തന്നെ കുറച്ച് തുളസി അരിവേപ്പൊക്കെ ആയിട്ട് അരച്ചെടുത്ത് അത് നന്നായിട്ടൊന്ന് ഞാൻ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ മുക്കുറ്റിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ നമ്മുടെ മുക്കുറ്റി സോപ്പ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കിനി സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമ്മുടെ സോപ്പിൽ യൂസ് ചെയ്യണം. സോപ്പിനൊക്കെ സ്മെല്ല് വരാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ് കേട്ടോ. ഞാനിവിടെ നീമിൻ്റെ പെർഫ്യൂമാണ് എടുത്തിട്ടുള്ളത്. സോപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പേ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നോടൊന്ന് അതിൻ്റെ വെയിറ്റൊക്കെ നോക്കി വെക്കണം. എല്ലാത്തിനും ഓരോ അളവുണ്ട്. നമ്മൾ ജ്യൂസിനാണേലും അതേപോലെ തന്നെ ബാക്കി ചേർക്കുന്ന പെർഫ്യൂമിനാണേലും ഒക്കെ എല്ലാത്തിനും അളവുണ്ട്. അപ്പോൾ ആ അളവിൽ നമ്മൾ അളന്നെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്കിനി സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് സോപ്പ് ബേസ് വെച്ചിട്ടുണ്ട്. മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്താൽ അതിങ്ങനെ പതഞ്ഞു പോവും. അപ്പം നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതേ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ജ്യൂസിന് യൂസ് ചെയ്ത സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടാണ് കേട്ടോ ഈ ഒരു കളർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. സോപ്പിൽ നമ്മൾ പെർഫ്യൂം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗവ് ഓഫ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ പെർഫ്യൂം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മുക്കുറ്റി സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോപ്പിന് നല്ല ബലവും ഉണ്ടായിരുന്നു, നല്ല പതയും ഉണ്ടായിരുന്നു, നല്ല സ്മെല്ലും ആയിരുന്നു. അടിപൊളി സോപ്പായിരുന്നു കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. അടുത്ത വീഡിയോയിൽ കാണാം.